ക്വിസ് മോഡൽ ചോദ്യങ്ങൾ 2025-2026 പാർട്ട് 3. ഇസ്രായേൽ മക്കൾ ഗിൽഗാലിൽ പാളയമിറങ്ങിയതിനു ശേഷം എവിടെ വെച്ച് പെസഹ കഴിച്ചു? യെരിഹോ സമഭൂമിയിൽ. യഹോവ ഇസ്രായേലിനായി ചെയ്തതെല്ലാം കേട്ടപ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തെക്കുറിച്ച് രാഹാബിന് എന്തറിയാമായിരുന്നു? ഇസ്രായേലിന്റെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവം ആകുന്നു. യോശുവ കൂട്ടിയ 12 പേരും 12 കല്ലെടുത്ത് കരയ്ക്ക് കൊണ്ടുവന്ന് എന്തു ചെയ്യണമെന്നാണ് യഹോവ യോശുവയോട് കൽപ്പിച്ചത്? ആ രാത്രി തങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് വെക്കണം. കുന്നുകളിലെ പട്ടണങ്ങളിൽ യോശുവ ചുട്ടുകളഞ്ഞ ഏക പട്ടണം ഏതാണ്? ഹാസോർ. ഹായിയിലേക്ക് ചെല്ലുന്നതിന് മുൻപേ തന്നെ യഹോവ എന്തെല്ലാം യോശുവയുടെ കയ്യിൽ തന്നിരിക്കുന്നു? ഹായി രാജാവിനെയും അവന്റെ ജനത്തെയും പട്ടണത്തെയും ദേശത്തെയും. പർവ്വതവാസികളൊക്കെയും എല്ലാ സീദോന്യരും എവിടെ താമസിച്ചിരുന്നു? ലെബാനോൻ മുതൽ മിസ്രഫോത്ത് മയീം വരെ. യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ നടന്നത് ആരാണ്? ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് 7 പുരോഹിതന്മാർ. ബേഥേലിന്റെ ഏതു വശത്താണ് ഹായി? ബേഥേലിന് കിഴക്ക്. ഇസ്രായേൽ മക്കൾ സഖ്യതയും ഉടമ്പടിയും ചെയ്ത ഹിബ്യരുടെ പട്ടണങ്ങൾ ഏതൊക്കെയായിരുന്നു? കെഫീര, ബേരോത്ത്, കിര്യത്ത് യെയാരീം. സൂര്യനും ചന്ദ്രനും നിശ്ചലമായി നിന്നതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന മറ്റൊരു പുസ്തകം ഏതാണ്? ശൂരന്മാരുടെ പുസ്തകം. നിങ്ങൾ വലിയൊരു ജനമെങ്കിൽ ഏതു ദേശം എടുത്തുകൊള്ളുവീൻ എന്ന് യോശുവ യോസഫിന്റെ മക്കളോട് പറഞ്ഞു. പെരിസ്യരുടെയും മല്ലന്മാരുടെയും ദേശം. യോശുവയ്ക്ക് എവിടെ അവകാശം ലഭിച്ചു? തിമ്നത്ത് സേരഹിൽ. ആർ കൊല്ലാതിരിപ്പാൻ സങ്കേത നഗരങ്ങൾ നിങ്ങൾക്ക് സങ്കേതമായിരിക്കണം എന്നാണ് യഹോവ യോശുവയോട് അരുളി ചെയ്തത്? രക്തപ്രതികാരകൻ. ലേവ്യരുടെ കുടുംബത്തലവന്മാർ എലെയാസറിന്റെയും യോശുവയുടെയും ഇസ്രായേൽ ഗോത്രങ്ങളുടെ കുടുംബത്തലവന്മാരുടെയും അടുക്കൽ എവിടെയാണ് വന്നത്? കനാൻ ദേശത്ത്, ശീലോവിൽ. എന്തു പറഞ്ഞാണ് രൂബേന്യരും ഗാദ്യരും അവർ പണിത യാഗപീഠത്തിന് ഏത് എന്ന് പേരിട്ടത്? യഹോവ തന്നെ ദൈവം എന്നതിന് ഇത് നമ്മുടെ മധ്യേ സാക്ഷി എന്ന് പറഞ്ഞു. ഇസ്രായേൽ എന്തു ചെയ്താൽ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്ത് നിന്ന് നിങ്ങൾ നശിച്ചു പോകും വരെ ജാതികൾ നിങ്ങൾക്ക് കുടുക്കും കെണിയും വിലാപ്പുറത്ത് മുള്ളും ആയിരിക്കും. ഇസ്രായേൽ ജാതികളുമായി ചേർന്ന് വിവാഹ സംബന്ധം ചെയ്യുകയും ഇസ്രായേൽ അവരോടും അവർ ഇസ്രായേലിനോടും ഇടകലരുകയും ചെയ്താൽ. യോശുവ ജനവുമായി ഒരു ചട്ടവും പ്രമാണവും നിശ്ചയിച്ചത് എവിടെ വെച്ച്? ശേഖേമിൽ വെച്ച്.
നിന്റെ അവകാശ ദേശത്ത് കനാന്യരോട് യുദ്ധം ചെയ്യാൻ നീ എന്നോടുകൂടെ പോരണം. നിന്റെ അവകാശ ദേശത്ത് ഞാനും വരാം എന്ന് ശിമെയോനോട് പറഞ്ഞതാര്? യഹൂദ. യോശുവയെ എവിടെ അടക്കം ചെയ്തു? തിമ്നാത്ത് ഹെരസിൽ ഗായേശ് മലയുടെ വടക്കുവശത്ത്. മെസൊപ്പൊത്താമിയയിലെ കൂശൻ രിശഥയീമിനെ യഹോവ ആരുടെ കയ്യിലാണ് ഏൽപ്പിച്ചത്? ഒത്നിയേലിന്റെ കയ്യിൽ. ദെബോര അബീനോവാമിന്റെ മകനായ ബാരാക്കിനെ എവിടെ നിന്നാണ് വിളിപ്പിച്ചത്? കേദേശ് നഫ്താലിയിൽ നിന്ന്. ഇസ്രയേലിന്റെ 40,000 മധ്യേ എന്ത് കണ്ടതേയില്ല? പരിചയും കുന്തവും. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് ഏത് ന്യായാധിപനോടാണ് യഹോവയുടെ ദൂതൻ പറഞ്ഞത്? ഗിദെയോനോട്. ഗിദെയോനും കൂടെയുള്ള 100 പേരും പാളയത്തിന്റെ അറ്റത്തെത്തി കാഹളമൂതി കയ്യിൽ ഉണ്ടായിരുന്ന കുടങ്ങൾ ഉടച്ചതെപ്പോൾ? മധ്യയാമത്തിന്റെ ആരംഭത്തിൽ മിദ്യാന്യർ കാവൽ മാറി നിർത്തിയ ഉടനെ. നീ മിദ്യാന്യരോട് യുദ്ധം ചെയ്യുവാൻ പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്ത്? ഇങ്ങനെ ഞങ്ങളോട് ചെയ്യുവാൻ എന്ത് സംഗതി എന്ന് പറഞ്ഞ് ഗിദെയോനോട് ഉഗ്രമായി വാദിച്ചതാര്? എഫ്രൈമ്യർ. ഒഫ്രയിൽ തന്റെ അപ്പന്റെ വീട്ടിൽ ചെന്ന് എരിബാലിന്റെ പുത്രന്മാരായി തന്റെ സഹോദരന്മാരായ 70 പേരെയും ഒരു കല്ലിന്മേൽ വെച്ച് കൊന്നതാര്? അബിമേലെക്ക്. തോല ഏത് ഗോത്രക്കാരൻ ആയിരുന്നു? ഇസാഖാർ ഗോത്രക്കാരൻ. അമ്മോന്യർ ഇസ്രായേലിനോട് യുദ്ധം തുടങ്ങിയപ്പോൾ യിഫ്താഹിനെ തോബ് ദേശത്ത് നിന്ന് കൊണ്ടുവരുവാൻ ചെന്നതാരാണ്? ഗിലെയാദിലെ മൂപ്പന്മാർ. എഴുപത് കഴുതപ്പുറത്ത് കയറി ഓടിക്കുന്ന 40 പുത്രന്മാരും 30 പൗത്രന്മാരും ഉണ്ടായിരുന്നതാർക്ക്? അബ്ദോന്. മനോഹ എന്തെല്ലാം കൊണ്ടുവന്ന് ഒരു പാറമേൽ യഹോവയ്ക്ക് യാഗം കഴിച്ചു? ഒരു കോലാട്ടിൻകുട്ടിയെയും ഭോജനയാഗത്തെയും.
ശിംശോൻ കഴുതയുടെ താടിയെല്ല് കൊണ്ട് 1000 ഫെലിസ്ത്യരെ സംഹരിച്ചു കളഞ്ഞത് എവിടെ വെച്ച്? ലേഹിയിൽ വെച്ച്. ശിംശോൻ എത്ര സംവത്സരം ഇസ്രയേലിനെ ന്യായപാലനം ചെയ്തിരുന്നു? 20 സംവത്സരം. എഫ്രൈം മലനാട്ടിൽ മീഖാവിന്റെ വീട് വരെ എത്തിയ ലേവ്യൻ എവിടുത്തുകാരനായിരുന്നു? യഹൂദയിലെ ബേത്ലഹേമിനായിരുന്നു. ലയീശിലെ ജനം ആരെ പോലെ സ്വൈര്യവും സ്വസ്ഥതയും ഉള്ളവരായി നിർഭയം വസിക്കുന്നവരായിരുന്നു? സീദോന്യരെ പോലെ. ബെന്യാമീന്യർ ഇസ്രായേൽ മക്കളായ തങ്ങളുടെ സഹോദരന്മാരുടെ വാക്ക് കേട്ടനുസരിപ്പാൻ മനസ്സില്ലാതെ ഇസ്രായേൽ മക്കളോട് യുദ്ധത്തിന് പുറപ്പെടത്തക്കവണ്ണം തങ്ങളുടെ പട്ടണങ്ങളിൽ നിന്ന് എവിടെ വന്നുകൂടി? ഗിബെയയിൽ. ഇസ്രായേൽ ജനം ബേഥേലിൽ നിന്ന് അവിടെ ദൈവസന്നിധിയിൽ സന്ധ്യ വരെ ഇരുന്ന് ഉച്ചത്തിൽ മഹാവിലാപം കഴിച്ച് പിറ്റേന്നാൾ ജനം അതികാലത്ത് എഴുന്നേറ്റ് അവിടെ എന്തെല്ലാം അർപ്പിച്ചു? ഒരു യാഗപീഠം പണിതു ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും അർപ്പിച്ചു. നല്ല ശമര്യക്കാരന്റെ ഉപമ ഏത് സുവിശേഷത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? ലൂക്കോസ് 10-ാം അധ്യായം. ദൈവത്തെക്കാൾ തന്നെത്താൻ നീതീകരിച്ചതുകൊണ്ട് ഇയ്യോബിന്റെ നേരെ കോപം ജ്വലിച്ചതാർക്ക്? ഏലീഹുവിന്. ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ ദൈവം ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ എന്തുമായി നിർത്തി? തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി. വെളിപ്പാട് ഇല്ലാത്തയിടത്ത് ജനം ഡാഷ് വിട്ട് നടക്കുന്നു. മര്യാദ വിട്ട് നടക്കുന്നു. സേവികാ സംഘത്തിൽ എപ്പിസ്കോപ്പൽ സിനഡ് നിശ്ചയിക്കുന്ന എപ്പിസ്കോപ്പമാർ പ്രസിഡന്റ് ആയത് ഏത് വർഷം മുതലാണ്? ആയിരത്തി 1962 മുതൽ. രണ്ടായിരത്തി 25-26 വർഷത്തെ സേവികാ സംഘം ചിന്താവിഷയം എന്താണ്? സ്ത്രീകൾ പരിവർത്തനത്തിന്റെ പ്രഘോഷകരും പ്രയോക്താക്കളും.
പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി ആരംഭിച്ച ശതാബ്ദി പ്രോജക്റ്റ് ഏത്? നൈപുണ്യ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.